ഹലോ, ഇന്ന് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സൈറ്റ് നമ്മുടെ ഇനി ഫ്ലോറിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു, പുട്ടിയുടെ വർക്ക് കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ഫ്ലോറിങ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എത്തി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് ഡോറ് 2 ദിവസമായിട്ട് തുറന്നിട്ടില്ല. അപ്പോൾ മഴ കാരണം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം ഇനി ക്ലിയർ ആക്കി എടുക്കണം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് 4 ബാത്റൂം ഉണ്ട്. 2 ഗ്രൗണ്ട് ഫ്ലോറിലും 2 ഫസ്റ്റ് ഫ്ലോറിലും. ഇത് 4 വാട്ടർ പ്രൂഫ് അടിക്കണം. ഫ്ലോറും ചെയ്യും. ചുമരിലോട്ട് 2 അടി കയറ്റിയിട്ട് വാട്ടർ പ്രൂഫ് അടിക്കും. ബാത്റൂമിൻ്റെ ടൈലിൻ്റെ വർക്കാണ് ഫസ്റ്റ് ചെയ്യുക. അതിന് ശേഷം മെയിൻ ഫ്ലോറുകളെല്ലാം അലൈൻമെൻറ്റ് ചെയ്ത് ലെവലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ടൈലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പ്ലാസ്റ്റർ ചെയ്ത സമയത്ത് ഒരു 6 ഇഞ്ചോളം നമ്മൾ കട്ടിങ് ഇട്ടിട്ടുണ്ട്. കട്ടിങ് ഇടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈല് വിരിച്ച് അതിൻ്റെ സ്കേർട്ടിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചുമരിൻ്റെ ഒരേ ലെവൽ, പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരേ ലെവലിൽ നമുക്ക് സ്കേർട്ടിങ് കിട്ടും. അപ്പോൾ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മളത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് വയനാട്ടിലേക്കാണ്. വയനാട് നമുക്കൊരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. 2018 ഒരു ഡ്രോപ്പ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. പിന്നെ ഒരു ക്ലൈൻറ്റ് ആ സ്ഥലം വിറ്റു. അങ്ങനെ നമ്മളെ ക്ലൈൻറ്റ് എടുത്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഫുള്ള് റിനോവേറ്റ് ചെയ്യാണ്. ഇത്രയും വർഷം, ഏകദേശം 8 വർഷത്തോളം അവിടെ അങ്ങനെ കിടന്നതുകൊണ്ട് മൊത്തം ആളുകൾ കയറി ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊടിച്ച് ഡോറൊക്കെ ഇതാക്കി അങ്ങനെ ഇട്ടാണ്. ഇനി ഇത് A to Z നമ്മളൊരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് നമ്മളിത് മാറ്റിയെടുക്കണം. അതുമേലില്ലേ ഷീറ്റു കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് ACP വർക്ക് ചെയ്ത് ഒരുപാട് ചേഞ്ചസുകൾ അതിൽ വരുത്താണ്ട് A to Z നമുക്കതുമ്പോൾ ചേഞ്ച് ചെയ്യാണ്ട്. അവിടെ ഓൾറെഡി സീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു വയറിങ്ങിൻ്റെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കതെല്ലാം ഇനി ആദ്യം മുതൽ ചെയ്യണം. ഇവർ വി ബോർഡ് കൊണ്ടാണ് ഫ്രണ്ടെല്ലാം ഡിസൈൻ ആക്കിയിട്ടുള്ളത്. ഏകദേശം 8 വർഷത്തോളം ഇങ്ങനെ കിടന്നതല്ല, അതെല്ലാം കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി ACP വർക്ക് കൊണ്ട് ചെയ്യണം, ഫ്ലോറിങ് ചെയ്യണം, പുട്ടി വർക്ക്, മൊത്തത്തിലെല്ലാം ഒരുപാട് വർക്കുകൾ നമുക്കവിടെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ എൻട്രൻസിൽ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ റൂമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഗേറ്റ് മുതൽ ഏകദേശം 90 മീറ്ററോളം ലെങ്ത് ഉണ്ട് അതിൻ്റെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്തൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഒരുപാട് വർക്കുകൾ നമുക്കുണ്ട്. ഡിസൈൻ നമുക്ക് കാണിക്കാം.